ഹലോ മൈഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഖാദി ബോർഡ് LDC എക്സാമുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് ആണ്. ഇത് വരുന്ന LDC പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശികളെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുക വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യന് തെറ്റായ പ്രസ്താവന ഏതെന്നിട്ടാണ്. അപ്പോൾ അത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മളിത് മൊത്തത്തിൽ വായിച്ചു കഴിയുമ്പം നമ്മൾ ചോദ്യം എന്താണെന്നുള്ളത് മറന്നുപോയി പല കുട്ടികളും അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ ആൻസർ ബബിൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ക്വസ്റ്റിനകത്ത് തെറ്റായ പ്രസ്താവന എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം പേശികൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി, അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി, അതാണ് അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നത്. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നതാണ് രേഖാങ്കിത പേശി അഥവാ അസ്ഥിപേശി. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടർ ഷേപ്ഡ് ആണ്. കുറുക വരകൾ കാണപ്പെടുന്നുണ്ട്, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ആലോചിച്ചാൽ മതി, നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ നമ്മുടെ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഐച്ഛിക ചലനമായിട്ട് കണക്കാക്കാവുന്നതാണ്. കുറുക വരകൾ കാണപ്പെടുന്നുണ്ട്. അസ്ഥിപേശിയാണ് രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത്. അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നു, കുറുക വരകൾ കാണപ്പെടുന്നു, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നുണ്ട്. ഇനി മിനുസ പേശി എന്ന് പറയുന്നത് രേഖശൂന്യ പേശി. അവിടെ എന്താണ്? രേഖകളൊന്നുമില്ല, രേഖശൂന്യ പേശിയാണ്. ആമാശയം, ചെറുകുടൽ, രക്തക്കുഴൽ എന്നിവയിൽ കാണപ്പെടുന്നു. ആമാശയം, ചെറുകുടൽ, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. ഷേപ്പ് എന്താണ്? സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. മിനുസ പേശിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. ഇതിന് കുറുക വരകൾ ഇല്ല. കുറുക വരകൾ ഇല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? മിനുസ പേശി മാത്രമേ ഉള്ളൂ കുറുക വരകൾ ഇല്ലാത്തത്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് ഏതാണ്? മിനുസ പേശിയാണ്. അനൈച്ഛികമായ ചലനങ്ങൾ സാധ്യമാക്കുന്നു മിനുസ പേശിയാണ്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, കുറുക വരകൾ ഇല്ല. ഇനി അടുത്താണ് ഹൃദയപേശി. ഹൃദയത്തിൽ കാണപ്പെടുന്നു, ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങൾ വരുന്നു. ഹൃദയപേശിയിൽ മാത്രമാണ് കുറുക വരകൾ കാണപ്പെടുന്നുണ്ട്, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു. ഹൃദയമാകുമ്പോൾ അനൈച്ഛികമാണ്, കുറുക വരകൾ കാണപ്പെടുന്നുണ്ട്, ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങൾ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. അപ്പോൾ എല്ലാം ഒന്നുകൂടെ നോക്കി വെക്കുക. ഐച്ഛിക ചലനങ്ങൾ ഉള്ളി അസ്ഥിപേശി മാത്രമേ ഉള്ളൂ. അനൈച്ഛിക ചലനമാണ് മിനുസ പേശിയും ഹൃദയപേശിയും. അല്ലെങ്കിൽ തന്നെ ആന്തരിക ഭാഗത്തെല്ലാം അനൈച്ഛിക ചലനമാണ്. സോ മിനുസ പേശിയും ഹൃദയപേശിയും അനൈച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണം ആണ്. ദെൻ സ്പിൻഡിലാണ് മിനുസ പേശി, സിലിണ്ടർ ഷേപ്ഡ് ആണ് അസ്ഥിപേശി പറഞ്ഞത്. ഓക്കെ, കുറുക വരകൾ ഇല്ലാത്തത് മിനുസ പേശിക്ക് മാത്രമെന്ന് പഠിച്ചു വെക്കുക. ബാക്കി ഹൃദയപേശിക്കും അസ്ഥിപേശിക്കും കുറുക വരകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. നോക്കാം. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നുണ്ടോ മിനുസ പേശി? ഇല്ല, അസ്ഥിപേശിയാണ് അസ്ഥികളുമായിട്ട് കാണപ്പെടുന്നത്. സോ ഒന്നെന്ന് പറഞ്ഞത് തെറ്റാണ്. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, അത് ശരിയാണ്. കുറുക വരകൾ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3 എന്ന് പറഞ്ഞതാണ് ആൻസർ വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LDC മുതൽ ഇങ്ങോട്ട് ഒക്ടോബർ 5 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് PDF പെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക്